പറയടാ. എടാ ഇന്ന് കോളേജിൽ സെലിബ്രേഷൻ അല്ലേ, നീ എന്നിട്ട് കാര്യങ്ങളൊക്കെ അവളുടെ അടുത്ത് പറയണ്ടെന്ന്. ഇന്നാണ് പറ്റിയ ചാൻസ്. ഇപ്പൊ ക്രിസ്മസ് ഒക്കെ അല്ലേ, ഗിഫ്റ്റ് കൊടുത്താൽ ആരും റിജക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. ഞാൻ ഇപ്പൊ എന്റെ ഗിഫ്റ്റ് നൈസിൽ കൊടുത്തിട്ടേ അവളുടെ അടുത്ത് കാര്യം പറയാം. എടാ എടുത്ത് ചാടി പ്രപ്പോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് കുറച്ചുകൂടി ടൈം എടുത്തിട്ട് പറഞ്ഞാ പോരെ? എടാ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഇന്ന് പറയാൻ പറ്റിയെങ്കിൽ പറയാൻ പറ്റില്ല. എന്തായാലും നാളെ അവള് ചെന്നൈക്ക് വെക്കേഷനും അല്ലേ, അതാണ് വെക്കേഷന് ചിന്തിക്കാൻ ടൈമുണ്ട്. അതാണെങ്കിൽ ഞങ്ങളുടെ ഒരു ബോണ്ട് വെച്ച് സെറ്റ് ആവാൻ ചാൻസ് ഉള്ളൂ. എന്തായാലും നീ കൂടെ നിൽക്കില്ലേ? ആടാ ശരി എന്നാ, ഞാൻ ഇറങ്ങട്ടെ, വന്നിട്ടാണോ? എടാ 5 രൂപയുടെ ഇറങ്ങിയെടുത്ത്. 5 രൂപയുടെ എയറാ? എടാ ലേസ്. അങ്ങനെ പണാ എന്താ ഇത് തീർന്നൂല. എനിക്ക് ഇന്ന് തന്നെ അവനടിക്കണ്ടോ? ആരടിക്കണ്ടേ? എടാ അതല്ലടാ, എനിക്ക് ഇപ്പോഴും അവളെ ഇഷ്ടമാണ്. എടാ നീ ഒരുമാതിരി ഷോക്കാണല്ലേട്ടാ. ആകെ 4 പെഗ് അടിച്ചിട്ട് ലോകത്തില്ലാത്ത കുടിയന്മാരെ നിനക്ക് അറിയണല്ലോ. മനസ്സിലായി. നവീനല്ലേ? ആണെങ്കിൽ ഇപ്പൊ അവളെ കാണണം, അതിനല്ല കുഴപ്പമുണ്ടാവും. എടാ ഒരു വഴിയില്ലടാ, അവരുടെ വീട്ടുകാരൊക്കെ ഇപ്പൊ വീട്ടിലുണ്ടാവും. വെറുതെ അങ്ങനെ ഇടി വാങ്ങിക്കണോ? അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ 7ാം ക്ലാസ് മുതൽ അവളുടെ പുറകെ ഒലിപ്പിച്ച് നടക്കണതാ. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി ഫൈനൽ ഇയർ ആയി. ഇനിയെങ്കിലും നിനക്ക് അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. എടാ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്കത് അവളുടെ അടുത്ത് പറയാൻ ഭയങ്കര പേടിയാ. എങ്ങനെ അവളെ റിജക്ട് ചെയ്താലോ? എടാ 16 കൊല്ലാവുമ്പോ നീ അവളുടെ പുറകെ നടന്നിട്ട് എനിക്കതൊരു പ്രശ്നമല്ല. കാരണം യുവർ ലൈഫ് യുവർ ലവ്. എടാ ഇനിയിപ്പോൾ ഞാൻ പേടി കളഞ്ഞ അവളോട് പോയി പറഞ്ഞെന്ന് വെച്ചോ, അവളോട് എപ്പോഴാ ബെസ്റ്റ് ഉണ്ടാവും. അവനെ തട്ടിമുട്ടിട്ട് നടക്കാൻ പറ്റുള്ള അവളുടെ അടുത്ത് ഞാൻ അങ്ങനെ പോയി പറയാനാ? അമ്പലത്തിൽ പോയാൽ ബെസ്റ്റ്, കോളേജിൽ പോയാൽ ബെസ്റ്റ്, ബസ് സ്റ്റോപ്പിൽ പോയാലും ബെസ്റ്റ്. അപ്പൊ വീട്ടിൽ പോയാൽ അവളുടെ തന്തപ്പടി ഉണ്ടാവും. എന്തപ്പം നിന്റെ കുഴപ്പം? അവളുടെ തന്തപ്പടിയാണോ ബെസ്റ്റിയാണോ? ബെസ്റ്റ്. ഇപ്പം അവനടിക്കണം.
വഴി മാറാ. എങ്ങടെ മോൻ ഇത്ര ധൃതിയില് കുറച്ചുകൂടി പയ്യെ പോർന്നില്ലേ? ഇവിടെ മാറിക്കടാ. അരണേ ടൂൾസ് എടുക്കടാ. ഏത് ടൂൾസ്? പഞ്ചളഞ്ഞ് അതാണ് നിന്റെ ബെസ്റ്റ്? എടാ എന്റെ ബെസ്റ്റ് അല്ല, അവളുടെ ബെസ്റ്റ്. നല്ല സൈസ് ഉണ്ടല്ല. എടാ ഇനി നമ്മ രണ്ടുപേരില്ലേ, നീ നിന്നെ പേടിക്കണേ? രണ്ടുപേരും നോക്കി എനിക്ക് പേടിച്ചു വിടറാ. എനിക്കാരും പേടില്ല, എനിക്ക് ഇന്ന് തന്നെ അവനെ അടിക്കണം. നീ വന്നെങ്കിൽ വന്നാ മതി. എടാ നിക്ക് ഇടിക്കല്ലേ. എടാ ഇവിടെ പണി നിറച്ച ആൾക്കാരാ, നമ്മളാണെങ്കിൽ അടിച്ചിട്ടുണ്ട്. നമുക്ക് അടിക്കാത്ത ഒരു ദിവസം വന്ന് അവൻ അടിക്കാം, അതല്ല നല്ലത്. നീ വന്നിക്കോ, ഞാൻ പോവാണ്. എടാ നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മളാണെങ്കിൽ വെള്ളം അടിച്ചിട്ടുണ്ട്, ഇവിടെ നിറച്ച ആൾക്കാരാണ്, പോലീസ് കേസാവും. നീ ഒന്നേ സീനാക്കാണ്ട്. ഇപ്പൊ ഇവിടെ സ്കൂട്ടാണ് നല്ലത്, കാരണം അവന്റെ സൈസ് അനുസരിച്ച് ഒരെണ്ണം കിട്ടിയ പോലെ ഇരിക്കും. എനിക്ക് ഇത്തിരി ബോധമുള്ളൂ, ഇവൻ ഇപ്പൊ വിളിച്ചോണ്ട് പോകുന്നത് നല്ലത്. എടാ പോവാ, എടാ പോവാ. ഇവനെ ഏതുവൻ? ഇവൻ മറ്റല്ലേ? ഞങ്ങളെ പോലെ ഇത്ര ധൃതിയില് കുറച്ചുകൂടി പയ്യെ പോർന്നില്ലേ? എങ്ങോട്ടാടാ നീ ഒക്കെ ഇത്ര തിരക്കിട്ട് പോണേ? എന്റെ 3 മാസത്തെ പ്ലാനിങ്ങാ, നീ ഒറ്റ സെക്കൻഡ് കൊണ്ട് തീർത്ത. എടാ ഞാനല്ല, അവനാണ്. എടാ ഞാനല്ലടാ, അവനാണ്. എടാ വീട്ടടാ, എടാ വീട്ടിൽ ഞാൻ എപ്പോ പറഞ്ഞ അന്വേഷിച്ചറിയോ? അരുണെന്തി? എടാ ഞാൻ അവിടെ അവരും പോയി കുറച്ച് സീനായിട്ട്. എന്റെ ഗിഫ്റ്റ് അല്ലേ ഇത്? ഗിഫ്റ്റാ? ഇതിങ്ങനെ എന്റെ വണ്ടിയിലാന്ന്? മനസ്സ് കൊണ്ട് ഞങ്ങളുടെ പോലെ ഇത്ര ധൃതിയില് കുറച്ചുകൂടി പയ്യെ പോർന്നില്ലേ? ഇവിടെ മാറിക്കടാ. നിന്റെ ഗിഫ്റ്റ് നിന്റെ എനിക്കിട്ടെ. ഓക്കെ ബ്രോ, താങ്ക് യു. സമയമില്ലേ, പോട്ടെ. ബ്രോ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ന്യൂ ഇയർ ബ്രോ. പിന്നെ നമ്മുടെ പരിപാടി എന്നിട്ടാ ആ ട്രിപ്പ് പോവാ. നിങ്ങളെ രാവിലെ തൊട്ട് അന്വേഷിക്കുന്നത്, നിങ്ങൾ അവിടെ പോയി കിടക്കുന്നു. എടാ വേറെ കുറെ പ്രശ്നങ്ങള്, സാധനം കല്ലിരിക്കണല്ലേ, വിടാ നമുക്ക്. ആ സാധനമൊക്കെ വണ്ടിയിലുണ്ട്, നീ കേറി വായോ. എടാ അരുണെന്തി? ഇവിടെ നമുക്ക് വഴി നിൽക്കാം, അവനോട് വേറെ കൊടുക്കണ്ടേ ഞാൻ. അന്നാ കേറുന്ന വായോ. കൊടൈക്കന്നല്ലോ എത്തോ പെട്രോൾ ഉണ്ടാ? പെട്രോളൊക്കെ ഉണ്ടായേ. എടാ അരുണാ പോണേ? ഹലോ വന്നേ. എങ്ങടെ നീ പോയ? നിന്നെ അതിന്റെ ഇടയ്ക്ക് കാണണ്ടായില്ല. അത് ഞാൻ അമ്മായിയുടെ മോളുടെ മുത്തച്ഛൻ. നീ അധികം കിടന്ന് വേവല്ലേ കേറ്, കൊടൈക്കനാല് പോയിട്ട് രാവാ. കൊടൈക്കനാലാ? എന്നാ പോവാ. എടാ ഏജ് ഇത്തിരി കൂട്ടിട്ട് വാ, പോവാ നമുക്ക്.
ഒരു കാര്യം പറയണ്ടേ. എന്താണ്? അത് നാളെ ക്ലാസ് ഉണ്ടോ?